ഞാൻ കരഞ്ഞോട്ടെ, കഥനഭാരം തുറന്നോട്ടെ, കരളിൻ നോവുരഞ്ഞോട്ടെ, കനൽ തിരയൊന്നുറഞ്ഞോട്ടെ. ഹബീബേ ഞാൻ കരഞ്ഞോട്ടെ, കഥനഭാരം തുറന്നോട്ടെ. അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സലാത്ത്, ദിക്ർ, ഖുർആൻ പാരായണം തുടങ്ങിയവകൾ ചൊല്ലുമ്പോൾ അവ നാവുകൊണ്ട് തന്നെ നിർവഹിക്കേണ്ടതാണ്. അല്ലാതെ മനസ്സുകൊണ്ട് നിർവഹിച്ചാൽ അത് വീടപ്പെടുകയില്ല, അതിൻ്റെ ഫലം ലഭ്യമാകുന്നതല്ല. അപ്പോൾ ഒരാൾ 1000 സലാത്ത് ചൊല്ലാൻ നിയ്യത്താക്കിയിട്ട് മനസ്സിലല്ല ചൊല്ലേണ്ടത്, നാവുകൊണ്ടാണ് ചൊല്ലേണ്ടത്. മനസ്സിൽ ചൊല്ലിയിട്ട് എണ്ണം പിടിക്കാൻ പാടുള്ളതല്ല, അത് വീടപ്പെടുന്നതല്ല. അവ നാവുകൊണ്ട് മൊഴിയുമ്പോൾ സ്വശരീരം കേൾക്കേണ്ടതാണ്. അതുപോലെ തന്നെ അക്ഷരങ്ങൾ, മഖ്റജുകൾ എല്ലാം വ്യക്തമാക്കേണ്ടതുമാണ്. ഇനി നാവുകൊണ്ട് തന്നെ ചൊല്ലി, പക്ഷേ സ്വശരീരം കേട്ടില്ല, അവ്യക്തമായ നിലയിലാണ് ചൊല്ലിയതെങ്കിൽ ആ കടമ നിർവഹിക്കപ്പെടുന്നതല്ല. അപ്പോൾ നിസ്കാരത്തിലോതുന്ന ഫാത്തിഹ, അത്തഹിയാത്ത്, മറ്റ് തസ്ബീഹുകൾ, ദിക്റുകൾ എല്ലാം തന്നെയും സ്വശരീരം കേൾക്കുന്ന വിധം വ്യക്തമാക്കി നാവുകൊണ്ട് ചൊല്ലേണ്ടതാണ്, പറയേണ്ടതാണ്, ഓതേണ്ടതാണ്. അപ്പോൾ ഖത്മുൽ ഖുർആൻ നേർച്ചയാക്കിയ ഒരാൾ, അദ്ദേഹം നാവുകൊണ്ട് തന്നെ സ്വശരീരം കേൾക്കുന്ന വിധം ഓതേണ്ടതാണ്. മറിച്ച് മനസ്സിൽ ഓതിയതുകൊണ്ട് അവ നിർവഹിക്കപ്പെടുന്നതല്ല.